എത്ര കാലമായി ജിംബുവിനെ കണ്ടിട്ട്. അവനെ കാണാൻ കൊതിയാവുന്നു. ഞാൻ വിളിച്ചാൽ ഇനി അവൻ വരുമോ? വരില്ലായിരിക്കും. അവനോട് എന്നെ മറന്നു പോയിട്ടുണ്ടാവും. പാവം ജിംബു. അവന് എന്തെങ്കിലും അപകടം സംഭവിച്ചോ? ഇതൊക്കെ അറിയാൻ എന്താണ് ഒരു വഴി? പോകാക്കെ, നീ എന്തിനാ ഇവിടെ നിന്നും ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കുന്നത്? ഏത് സമയം നോക്കിയാലും കാ 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 കാ. ജിംബുവിനെ ഒന്ന് വിളിച്ചു നോക്കിയാലോ? അതാ നല്ലത്. എനിക്ക് അവനെ കാണാമെന്ന് ആഗ്രഹമുണ്ടെന്ന് അറിഞ്ഞാലേ അവൻ എന്തായാലും വരുമായിരിക്കും. ഇനിയെങ്ങാൻ വന്നില്ലെങ്കിലോ? ഇല്ല, എന്തായാലും വരാതിരിക്കില്ല. അവൻ എന്നോട് ഭയങ്കര ഇഷ്ടമല്ലേ, അതുകൊണ്ട് തീർച്ചയായിട്ടും വരും. ഒന്ന് വിളിച്ചു നോക്കാം. ജിംബാല് ജിംബു വരട്ടെ. അയ്യോ, അവനെ കാണുന്നില്ലല്ലോ. അവൻ എന്നെ വിട്ടു പോയെന്ന് തോന്നുന്നു. ജിംബു ജിംബു, നീ എവിടെയാ ഉള്ളത്? പിങ്കി മോളെ, അതെവിടുന്നാ ശബ്ദം കേൾക്കുന്നത്? ജിംബുവിനെ കാണുന്നില്ലല്ലോ. പിങ്കി മോളെ, നീ ഈ പൊന്തക്കാട്ടിലേക്ക് നോക്ക്. ഇതെന്തോന്നാ? ഇതാരാ? കൽപ്പിച്ചാലും ഹുസൂർ, ഞാനാണ് നിന്റെ ജിംബു. ജിംബു? സത്യമായിട്ടും ജിംബു ആണോ? നീ എന്താ ഈ കോലത്തില്? എനിക്ക് ഏത് രൂപവും എടുക്കാമെന്ന് നിനക്കറിയില്ലേ ജിംബു? എങ്കിൽ നീ നിന്റെ പണ്ടത്തെ രൂപത്തിൽ വാ. തീർച്ചയായും ഇപ്പൊ ശരിയാക്കി തരാം. ഹായ്, ജിംബു വന്നേ. ജിംബു, എത്ര കാലമായി നിന്നെ കണ്ടിട്ട്. നീ എന്താ ജിംബു ഇങ്ങോട്ടൊന്നും വരാതിരുന്നത്? അത് ശരി, പിങ്കി മോളെ, നീയല്ലേ എന്നെ മറന്നത്? നീ വിളിക്കാത്തത് കൊണ്ടല്ലേ ഞാൻ ഇതുവരെ ഇങ്ങോട്ടൊന്നും വരാതിരുന്നത്. ഓ സോറി ജിംബു, നീ ഇതെവിടെയായിരുന്നു? എന്തൊക്കെയുണ്ട് വിശേഷം? ഒക്കെ പറ നീ. എന്റെ പിങ്കി മോളെ, എല്ലാ വിശേഷം നീ ഇങ്ങനെ ഒരുമിച്ച് ചോദിക്കാതെ നമുക്ക് സമാധാനത്തിൽ ഒക്കെ പറയാം. അല്ല, അപ്പൂസും കുഞ്ചൂസൊക്കെ എവിടെ? അവരെയൊന്നും ഇവിടെ കാണുന്നില്ലല്ലോ. അവര് രണ്ടുപേരും അങ്ങ് നാട്ടിലാ, മമ്മിയുടെ വീട്ടിലാ ഉള്ളത്. ഇപ്പൊ ഇവിടെ ഞാൻ മാത്രമേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ നിന്റെ കൂട്ടുകാരോ? അവരൊക്കെ ഉണ്ട്. അവരൊക്കെ അവരുടെ വീട്ടിലാ ഉള്ളത്. അത് ശരി. അപ്പൊ നീ എന്തിനാ ഇപ്പൊ എന്നെ വിളിച്ചത്? അതെന്താ ജിംബു, നീയല്ലേ പറഞ്ഞത് നിന്നെ കാണാൻ എനിക്ക് എപ്പോ ആഗ്രഹമുണ്ടെങ്കിലും അപ്പ എന്നോട് വിളിച്ചോളാൻ? എനിക്ക് നിന്നെ കാണാൻ ആഗ്രഹമായി, അതുകൊണ്ട് വിളിച്ചതാണ് ഞാൻ. കുറെ കാലമായില്ലേ നിന്നെ കണ്ടിട്ട്. എനിക്ക് നിന്നെ കാണാൻ കൊതിയായി. ജിംബു, നിനക്ക് പുറത്ത് ഒരുപാട് പണികളുണ്ടെന്ന് പറഞ്ഞില്ലേ? നിന്റെ ആഗ്രഹങ്ങളൊക്കെ നടന്നോ? നിനക്ക് നിന്റെ മാന്ത്രിക മോതിരം തിരിച്ചു കിട്ടിയോ? നിന്റെ അടുത്ത് ഞാൻ പോയ സമയത്ത് എനിക്ക് എന്റെ മാന്ത്രിക മോതിരം ഒക്കെ തിരിച്ചു കിട്ടി. പക്ഷേ എനിക്കൊരു അപകടമുണ്ടായി. അപകടോ? എന്തപകടം? പിങ്കി മോളെ, അതൊക്കെ ഒരു വലിയ കഥയാണ്. എന്താ ജിംബു, എന്ത് പറ്റിയതാണ്? എന്താണെങ്കിലും എന്നോട് പറ. അത് പിന്നെ പിങ്കി മോളെ, ഇത് ആരോടും പറയാൻ പാടില്ല. പക്ഷേ നീ എന്റെ യജമാനത്തി ആയതുകൊണ്ട് എനിക്ക് നിന്നോട് പറയാം. എങ്കിൽ വേഗം പറ, എന്താണെന്ന് പറ. അത് പിന്നെ എന്റെ കയ്യിൽ ഒരു നാഗമാണിക്യം ഉണ്ടായിരുന്നു. വളരെ വിലപ്പെട്ട ഒരു നാഗമാണിക്യം. ആ നാഗമാണിക്യം എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. നഷ്ടപ്പെട്ടു പോയെന്നോ? എങ്ങനെ? അത് എവിടെയാണുള്ളത്? നീ അത് തെളിച്ചു പറ. അത് നിന്റെ അടുത്ത് നിന്ന് ഞാൻ പിരിഞ്ഞു പോയപ്പോൾ എനിക്ക് പുതിയൊരു യജമാനൻ ഉണ്ടായിരുന്നു. ആ യജമാനന്റെ നാഗമാണിക്യമായിരുന്നു അത്. എന്റെ കയ്യിൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചതായിരുന്നു. അതാണ് നഷ്ടപ്പെട്ടത്. പക്ഷേ അതെങ്ങനെ നഷ്ടപ്പെട്ടതെന്ന് എനിക്കറിയില്ല. അത് എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ആ നാഗമാണിക്യം തേടിയുള്ള അന്വേഷണത്തിലാണ് ഞാനിപ്പോൾ. അത് എവിടെയാ നഷ്ടപ്പെട്ടതെന്ന് നിനക്കറിയാമോ? ആ നാഗമാണിക്യം ഈ നാട്ടിലാണുള്ളത്. അത് ഇവിടെയാണ് നഷ്ടപ്പെട്ടത്. ഇവിടെ അടുത്തൊരു ബംഗ്ലാവുണ്ട്. ആ ബംഗ്ലാവിന്റെ മുറ്റത്തൊരു കിണറുണ്ട്. ആ കിണറ്റിലാണ് ആ നാഗമാണിക്യം ഉള്ളത്. അത് അവിടെയാണ് നഷ്ടപ്പെട്ടു പോയത്. ജിംബു, അത് അവിടെയാ ഉള്ളതാണെങ്കിൽ നിനക്ക് അവിടെ പോയിട്ട് ആ നാഗമാണിക്യം എടുത്തുകൂടെ? അത് ഇവിടെയാ ഉള്ളതെന്നൊക്കെ ഞാൻ കണ്ടുപിടിച്ചതാണ്. പക്ഷേ എനിക്ക് ഒറ്റയ്ക്ക് പോയിട്ട് ആ നാഗമാണിക്യം എടുക്കാൻ പറ്റത്തില്ല. ഞാനൊരു ഭൂതമല്ലേ. ഭൂതങ്ങൾക്ക് മാത്രം ആ കിണറ്റിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല. പിന്നെ ആർക്കാണ് പറ്റുക? ആ നാഗമാണിക്യം നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയാൽ പിന്നെ അത് ഭൂതങ്ങളുടെ കൈകൊണ്ട് തൊടാൻ പറ്റില്ല. മനുഷ്യങ്ങളുടെ കൈകൊണ്ട് മാത്രമേ തൊടാൻ പറ്റൂ. മനുഷ്യനോ? എന്ത്? ഭൂതങ്ങൾക്ക് പറ്റാത്തത് മനുഷ്യരെ കൊണ്ട് പറ്റുമെന്നോ? നീ എന്തൊക്കെയാ പറയണത്? അങ്ങനെയാണെങ്കിൽ നിന്റെ യജമാനനെ ആ നാഗമാണിക്യം എടുത്തുകൂടെ? പറ്റില്ല. അത് ആ യജമാനന്റെ നാഗമാണിക്യമായതുകൊണ്ട് യജമാനൻ എങ്ങാനും ആ നാഗമാണിക്യത്തിൽ തൊട്ടാൽ അതിന്റെ ശക്തി നഷ്ടപ്പെടും. അത് എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട നാഗമാണിക്യമായതുകൊണ്ട് ഞാൻ തന്നെ തിരിച്ചത് യജമാനന് കൊടുക്കണം. എങ്കിൽ മാത്രമേ അതിന് ശക്തി ഉണ്ടാവുകയുള്ളൂ. എന്നിട്ടെന്താ ഇത്രയും കാലം നീ ആ നാഗമാണിക്യം എടുക്കാത്തത്? ഞാൻ പറഞ്ഞില്ലേ, ഒരു മനുഷ്യ കുഞ്ഞിന് മാത്രമേ അത് തൊടാൻ പറ്റൂ. എന്നെ സഹായിക്കാൻ ഇതുവരെ ആരുമില്ലായിരുന്നു. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? പിങ്കി മോളെ, നീ വിചാരിച്ചാൽ എന്നെ സഹായിക്കാം. ഞാനോ? എങ്ങനെ? അതായത് നീയും നിന്റെ കൂട്ടുകാരും കൂടെ ആ നാഗമാണിക്യം എടുക്കാൻ എന്നെ സഹായിക്കണം. നിങ്ങൾക്ക് ആ നാഗമാണിക്യം എടുക്കാം. നീ എന്തൊക്കെയാ ജിംബു ഈ പറയണത്? ഞങ്ങൾക്കോ? അതെ, നിങ്ങൾക്ക് ആ മാണിക്യം എടുക്കാം. അതെവിടെയാ ഉള്ളതെന്നും ആ കിണർ എവിടെയാ ഉള്ളതെന്നും ഒക്കെ എനിക്കറിയാം. നിങ്ങൾ എന്റെ കൂടെ വന്നിട്ട് ആ കിണറ്റിൽ നിന്നും ആ നാഗമാണിക്യം എടുത്തു തന്നാൽ മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു. അങ്ങനെ ഞങ്ങൾക്ക് എടുക്കാമെങ്കിൽ നീ എന്താ ഇത്രയും കാലം എന്നെ വിളിക്കാതിരുന്നത്? പിങ്കി
വരാൻ പറ്റില്ല എന്ന് നിനക്കറിയില്ലേ? നീ എപ്പോൾ എന്നെ വിളിക്കുന്നു അപ്പം മാത്രമേ എനിക്ക് നിന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ പറ്റും. നീ ഇപ്പോഴല്ലേ എന്നെ വിളിച്ചത്? ആ, അത് ശരിയാണ്. നാഗമാണിക്യം എടുക്കാൻ നീ എന്നെ സഹായിക്കില്ലേ? ഞാൻ ഇത്രയും കാലമായിട്ടും ഇതുവരെ ഒരു കാര്യം പോലും നിന്നോട് അങ്ങോട്ട് ആവശ്യപ്പെട്ടില്ലല്ലോ. ഈ ഒരു സഹായം നീ എനിക്ക് വേണ്ടി ചെയ്യില്ലേ? തീർച്ചയായിട്ടും നിനക്ക് വേണ്ടിയിട്ട് ഞാൻ എന്ത് സഹായം ചെയ്യുമെന്ന് നിനക്കറിയില്ലേ? ഞാനേ ഈ വിവരമൊക്കെ ഉസ്മാനോടും കുഞ്ഞാറ്റിയോടും കുഞ്ഞാവിയോടും ഒക്കെ പറയട്ടെ. അവരും നമ്മെ സഹായിക്കും. ശരിയാണ്, അവരും കൂടെ ഉണ്ടെങ്കിൽ നിനക്ക് കാര്യങ്ങളൊക്കെ എളുപ്പമാവും. ശരി, എങ്കിൽ ഞാൻ അവരോട് വിവരങ്ങളൊക്കെ പറയട്ടെ. അവരോട് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ട് നാളെ സൺഡേ, നാളെ പോയിട്ട് നമുക്ക് ആ നാഗമാണിക്യം എടുക്കാം. ഓക്കെ പിങ്കി മോളെ, അത് മതി. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ജിംബു, എന്തിനാ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ എന്തോരം ഉപകാരങ്ങൾ ഞങ്ങൾക്കൊക്കെ ചെയ്തു. അതിനുള്ള ചെറിയ പ്രതിഫലമാണിത്. ഓക്കെ ശരി, അപ്പം നമുക്ക് നാളെ കാണാം. ഞാൻ ഇപ്പോൾ പോവുകയാണ്. ജിംബുവിനെ ഇപ്പം വിളിച്ചത് നന്നായി. അവൻ എന്തോരം സഹായം നമുക്കൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. അവനൊരു സഹായം ചെയ്തു കൊടുക്കാൻ പറ്റിയത് തന്നെ വലിയ ഭാഗ്യം. എന്തായാലും എത്രയും പെട്ടെന്ന് ഈ വിവരങ്ങളൊക്കെ ഉസ്മാനോടും കുഞ്ഞാറ്റിയോടും കുഞ്ഞാവിയോടും പറയാം. എന്നിട്ട് എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണം.